ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ബെല്ലാരിയിൽ വീണ്ടും പരിശോധന നടത്തി SIT. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ബാങ്ക് ഇടപാട് രേഖകൾ പരിശോധിച്ചു. പാസ്ബുക്ക് ഉൾപ്പെടെയുള്ള രേഖകൾ പിടിച്ചെടുത്തു. 5 അംഗ സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നു. ജിജീഷ്, ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ വീണ്ടും പരിശോധന നടത്തിയിരിക്കുകയാണ് SIT. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ബാങ്ക് ഇടപാട് രേഖകൾ പരിശോധിച്ചു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയായിരുന്നു മറ്റു കാര്യങ്ങൾ? നേരത്തെ നടന്ന പരിശോധനയുടെ തുടർച്ചയായി കൂടുതൽ രേഖകളും ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങളും തേടി തന്നെയാണ് അന്വേഷണ സംഘം വീണ്ടും ഇപ്പോൾ പരിശോധനയ്ക്ക് എത്തിയത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ SIT അന്വേഷണ സംഘം എത്തി. പ്രധാനമായും പരിശോധിച്ച അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഗോവർദ്ധന്റെ പാസ്ബുക്ക് ഉൾപ്പെടെയുള്ള രേഖകൾ SIT എടുത്തിട്ടുണ്ട്. ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് 5 അംഗ അന്വേഷണ സംഘം ഇന്ന് വീണ്ടും എത്തിയത്. നേരത്തെ നടന്ന പരിശോധനയിൽ പ്രധാനപ്പെട്ട രേഖകൾ പലതും കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് വീണ്ടും പരിശോധന നടത്തിയത്. ഇത് 3ാം തവണയാണ് അന്വേഷണ സംഘം ബെല്ലാരിയിൽ പരിശോധനയ്ക്ക് എത്തുന്നത്. ആദ്യം ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായി തെളിവെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ SIT ഉദ്യോഗസ്ഥർ ശബരിമലയിൽ നിന്ന് നഷ്ടമായ സ്വർണ്ണത്തിന് തുല്യമായ സ്വർണം അവിടെ നിന്ന് ശേഖരിച്ചിരുന്നു. അവിടെ നിന്ന് സ്വർണം കണ്ടെത്തിയിരുന്നു. അതേ സമയത്ത് തന്നെയാണ് പിന്നീട് മറ്റൊരിക്കൽ കൂടി അന്വേഷണ സംഘം ഇവിടെ എത്തി, ബെല്ലാരിയിൽ എത്തി. ഗോവർദ്ധന്റെ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടും ഗോവർദ്ധന്റെ വീട്ടിലും എല്ലാം തന്നെ പരിശോധന നടത്തിയിരുന്നു. ഈ 2 പരിശോധനകളുടെയും തുടർച്ചയായിട്ടാണ് പുതിയ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ വീണ്ടും അന്വേഷണ സംഘം എത്തിയതും പ്രധാനപ്പെട്ട രേഖകൾ, ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ തന്നെ പരിശോധിക്കുകയും ചെയ്തത്. ഇപ്പോൾ കൂടുതലായി ചില വിവരങ്ങൾ മൊഴികളിൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകളിലേക്ക് കടന്നത് എന്ന കാര്യമാണ് SIT സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ബെല്ലാരിയിൽ വീണ്ടും പരിശോധന നടത്തിയിരിക്കുകയാണ് SIT. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ബാങ്ക് ഇടപാട് രേഖകൾ പരിശോധിച്ചു. പാസ്ബുക്ക് ഉൾപ്പെടെയുള്ള രേഖകൾ പിടിച്ചെടുത്തു. 5 അംഗ സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ.